Assalamualaikum. Welcome back to my channel. ഇന്ന് നമ്മളൊരു ബോക്സ് പ്ലീറ്റിൽ ഒരു കുഞ്ഞു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോയിലോട്ട് നമ്മൾ കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് കട്ട് പീസുകളാണ്. ഇതൊരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കിയുള്ള കുറച്ച് കട്ട് പീസുകൾ വെച്ചിട്ടാണ് ഞാൻ ഈ ബേബിക്കുള്ള ഒരു കുഞ്ഞു ഫ്രോക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സാധാരണ ക്ലോത്ത് നമ്മൾ എങ്ങനെ മടക്കിടുക, അത് ലെങ്ത് വൈസ് ഇല്ലേ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം പിന്നെ രണ്ടാമത് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ നാലാക്കി മടക്കിയിടും. നാലാക്കി മടക്കിയതിന് ശേഷം മൊത്തം ഫ്രോക്കിൻ്റെ മൊത്തം ലെങ്ത്ത് 21 ഇഞ്ചാണ്. ഫുൾ ലെങ്ത്ത് 21 ഇഞ്ചാണ്. അതിൽ ബോഡി പാർട്ട് നമ്മൾ എടുക്കുന്നത് 9 ഇഞ്ചാണ്. ബോഡി പാർട്ട് 9 ഇഞ്ചാണ് എടുക്കുന്നത്. ബാക്കിയുള്ള ഭാഗമാണ് ബോട്ടം പീസായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ബോഡി ലെങ്ത്ത് 9 ഇഞ്ച് നമ്മൾ ആദ്യം 9 ഇഞ്ച് അടയാളപ്പെടുത്തുക. പിന്നെ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് കിട്ടേണ്ടത് ബോഡി ലെങ്ത് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് കിട്ടേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആം ഹോളാണ്. ആം ഹോൾ നമ്മൾ കാണേണ്ടത് കുട്ടീൻ്റെ ബ്രസ്റ്റ് 24 ഇഞ്ചാണ്. കുട്ടീൻ്റെ ബ്രസ്റ്റ് 24 ഇഞ്ചാണ്. ഈ ബ്രസ്റ്റിനെ നമ്മൾ 8 കൊണ്ട് ഹരിക്കണം. ബ്രസ്റ്റിനെ 8 കൊണ്ട് ഹരിക്കും 3 ഇഞ്ചാണ്. 24നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 3 ഇഞ്ചിന്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയാൽ നമുക്ക് ആം ഹോളിന്റെ ലെങ്ത് കിട്ടും. അപ്പൊ 24നെ 8 കൊണ്ട് ഹരിക്കും 3 ഇഞ്ച്. 3 ഇഞ്ചിന്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ 4.5 ഇഞ്ച്. അപ്പൊ 4.5 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുക. അതാണ് നമ്മളുടെ ആം ഹോൾ. അപ്പൊ നമ്മൾ ആം ഹോള് കിട്ടി. ഇനി ആം ഹോളിന്റെ ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബ്രസ്റ്റ് കാണേണ്ടത്. ബ്രസ്റ്റ് സെയിം ആണ്, 24 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ബ്രസ്റ്റ് 24 ഇഞ്ചാണ്. അപ്പൊ നേരത്തെ നമ്മൾ 8 കൊണ്ടാണ് ഹരിച്ചത്. ഇനി നമ്മൾ ബ്രസ്റ്റിനെ 4 കൊണ്ടാണ് ഹരിക്കേണ്ടത്. ബ്രസ്റ്റിനെ 4 കൊണ്ട് ഹരിച്ചിട്ടുണ്ട്. നമുക്ക് എത്ര? 6 ഇഞ്ചാണ്. പ്ലസ് നമുക്ക് 1/2 ഇഞ്ച് എന്ത് ചെയ്യണം? തയ്യൽ തുമ്പ് എടുത്തിട്ട് 6.5 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തണം. അപ്പൊ അതാണ് നമ്മള് കുട്ടീൻ്റെ ബ്രസ്റ്റ് കിട്ടി. ഫസ്റ്റ് നമ്മൾ ലെങ്ത്ത്, രണ്ടാമത്തത് ആം ഹോള്, പിന്നെ വീതിയാണ് കണ്ടത്. ഇനി അടുത്തത് ഷോൾഡർ എത്ര? ഒരു കുഞ്ഞു കുട്ടിക്ക് നമ്മൾ തയ്ക്കാൻ നമ്മൾ ഷോൾഡർ എടുക്കുക 4 ഇഞ്ചാണ്. അപ്പോൾ ഷോൾഡർ, ഹാഫ് ഷോൾഡർ നമ്മൾ 4 ഇഞ്ച്, ഹാഫ് ഷോൾഡറാണ് നമ്മൾ 4 ഇഞ്ച് കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് നേരെ താഴോട്ട് വരച്ചു കൊടുക്കുക. ഇനി ഇതിൽ നിന്നും ആം ഹോൾ, അതായത് ആം ഹോൾ നമ്മൾ എന്ത് ചെയ്യണം? കയ്യിൻ്റെ ആം ഹോൾ നമ്മൾ ഇങ്ങനെ കേർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആം ഹോളും കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്കിൻ്റെ വിടുത്ത് 2 ഇഞ്ച്, നെക്കിൻ്റെ ഡീപ്പ് 3 ഇഞ്ച്. കുട്ടിക്ക് വേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? വേസ്റ്റും ബസ്റ്റും കുഞ്ഞു കുട്ടികൾക്ക് സെയിം ലെങ്ത് ആയിരിക്കും, സെയിം വിഡ്ത്ത് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ സെയിം 6 ഇഞ്ച് തന്നെയാണ് കുട്ടീൻ്റെ വേസ്റ്റിന്റെ അവിടെ നമ്മൾക്ക് അടയാളപ്പെടുത്തേണ്ടത്. സെയിം 6 ഇഞ്ച് തന്നെയാണ് നമുക്ക് വേസ്റ്റിന്റെ അവിടെ നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. അതിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച്, ഈ 6 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? 6 എടുക്കേണ്ട 1/2 ഇഞ്ച് നമ്മൾ കളഞ്ഞിട്ട് ഒരു 6 ഇഞ്ച് എടുക്കുക. എന്നിട്ട് ബ്രസ്റ്റിൽ നിന്നും വേസ്റ്റിലോട്ട് അതിനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഇനി നെക്കിൻ്റെ ഡീപ്പിൽ നിന്നും നെക്കിൻ്റെ വിഡ്ത്തിലോട്ട് ഷേപ്പ് ചെയ്യുക. പിന്നെ ഷോൾഡർ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു സ്ലോപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോഡി പാർട്ട് കട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് തരാം. ആദ്യം നമ്മൾ ബോഡി ലെങ്ത്ത് 9 ഇഞ്ച് അടയാളപ്പെടുത്തി. രണ്ടാമത്തത് ആം ഹോളാണ്. ആം ഹോൾ കാണാൻ ബ്രസ്റ്റ് 24 ഇഞ്ചായിരുന്നു. ബ്രസ്റ്റിനെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ 3 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ചും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് ആം ഹോൾ കിട്ടി. 4.5 ഇഞ്ച് നമുക്ക് ആം ഹോൾ കിട്ടി. പിന്നെ അടുത്തത് ബ്രസ്റ്റ്, അതായത് വീതി, തുണിയുടെ വീതി കാണാൻ, ബ്രസ്റ്റിന്റെ വീതി കാണാൻ 24, സെയിം 24നെ 4 ഇഞ്ച് കൊണ്ട് ഹരിച്ചു. 4 ഇഞ്ച് കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്ര? 6 ഇഞ്ച് കിട്ടി. 6 ഇഞ്ചിന്റെ കൂടെ പ്ലസ് തയ്യൽ തുമ്പ് സീം അലൗൺസിനുള്ള 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 6 ഇഞ്ച് അടയാളപ്പെടുത്തി. ഈ 6 ഇഞ്ച് തന്നെയാണ് താഴെ നമ്മൾ വേസ്റ്റിനും അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ആ 1/2 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഷോൾഡർ നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിൽ നെക്കിന്റെ വിഡ്ത്ത് 2 ഇഞ്ച് അടയാളപ്പെടുത്തി. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ നെക്കിന്റെ ഡീപ്പ് 3 ഇഞ്ച്. ഇപ്പം എത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തു. അപ്പോൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് പീസ്, ഫ്രണ്ട് നെക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇറക്കിയിട്ട് വെട്ടി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് പീസ് റെഡി. ഇനി നമുക്ക് ബോട്ടം പീസാണ്. ഇപ്പോൾ ഫുൾ ലെങ്ത് തന്നിട്ടുള്ളത് നമുക്ക് മൊത്തം 21 ഇഞ്ചാണല്ലോ. അപ്പോൾ 9 ഇഞ്ച് ബോട്ടം എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് 12 ഇഞ്ച് താഴോട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ താഴോട്ടേക്കുള്ളത് ബോട്ടം പീസാണ്. 12 ഇഞ്ച് ഇത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ബോക്സ് പ്ലീറ്റിന് നമ്മൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് കാണേണ്ടത് മൊത്തം 24 ഇഞ്ചാണ് നമ്മൾ ബ്രസ്റ്റ്. അതിനേക്കാളും 10 ഇഞ്ച് നമ്മൾ കൂട്ടിക്കൊടുക്കുക. ബ്രസ്റ്റ് 24 ഇഞ്ചാണ്, പ്ലസ് 10 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടിക്കൊടുക്കണം. ബ്രസ്റ്റ് 24 ഇഞ്ച്, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, 10 ഇഞ്ച് കൂട്ടിക്കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ 10 ഇഞ്ച് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് 34 ഇഞ്ച്. അപ്പോൾ ബോക്സ് പ്ലീറ്റിനുള്ള അളവ് 34 ഇഞ്ച്. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് 1.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മളിങ്ങനെ പോയിന്റ് ഇട്ട് കൊടുക്കണം. 1.5 ഇഞ്ച്, 1.5, 3, 4, 6, 7.5, 9, 10.5, 12. അതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, 1.5 ഇഞ്ച് ആ ബോക്സ് പ്ലീറ്റിനുള്ള 1.5 ഇഞ്ച്, 1.5, 3, 4, 4.5, 6. അപ്പം അങ്ങനെ നമ്മൾ ബോക്സ് പ്ലീറ്റിനുള്ള 1.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമ്മൾ പോയിന്റ് ഇടാം. അപ്പോൾ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ബാക്ക് ഒരു പീസ് വേണം, ബാക്കിന് ഒരു പീസ് വേണം. അതേപോലെ 24, മൊത്തം 24 + 10 സെൻറ്റിമീറ്റർ ബാക്കിക്ക് ഒരു പീസും ഫ്രണ്ടിക്ക് ഒരു പീസും, അങ്ങനെ 2 പീസാണ് നമുക്ക് മൊത്തം 34 ഇഞ്ചിൽ 2 പീസാണ് നമുക്ക് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യുക, ഈ സൈഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിനൊരു പീസ്, ഫ്രണ്ടിനൊരു പീസ്. അപ്പോൾ അത് റെഡിയായി. ഇനി നമ്മൾ നെക്കിന് ഞാനൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇതിന് ഫോൾഡ് ചെയ്യുക. പീസിന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തല്ലോ, ആ കട്ട് ചെയ്ത പീസ് ഇങ്ങനെ വെക്കുക. കട്ട് ചെയ്ത പീസ് നമ്മൾ അതിൻ്റെ മുകളിൽ, താഴെ ഞാൻ വേറൊരു കളർ പീസ് എടുത്തിട്ടുണ്ട്, ഒരു പ്ലെയിൻ പീസ്. ഇതൊരു പ്രിൻ്റാണ്, ഇത് പ്രിൻ്റ് ഇല്ലാത്തൊരു പീസാണ്. അത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് അതിനെ ആ നെക്കിനെ ട്രേസ് ചെയ്തു. അപ്പോൾ അത് ഇങ്ങനെ ഒരു പ്ലെയിൻ പീസ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലെയിൻ പീസാണ്. ഇതിന് മേലെ നെക്കിന് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പ്ലെയിൻ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസുകൾ, ഇപ്പോൾ തുണീൻ്റെ ബയാസ് പീസ് നമ്മൾ കട്ട് ചെയ്യില്ല, ക്രോസ് പീസ്. അപ്പോൾ നെക്കും സ്ലീവൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസുകൾ ഞാൻ ബോഡി പാർട്ട് കട്ട് ചെയ്ത് നീക്കിയ ഭാഗത്തു നിന്ന് ഞാൻ ഇങ്ങനെ ക്രോസ് പീസ് നെക്കിനും സ്ലീവിനും ഇങ്ങനെ 2 ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ സൈഡ്, സ്ലീവിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം കൂടെ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ മേലെ നമ്മൾ പൈപ്പിങ് ചെയ്യുമല്ലോ,
അപ്പോൾ ആ ഒരു ഭാഗം ഫിനിഷ് ചെയ്തു. ഇനി നമ്മളിതിൻ്റെ ഈ നെക്കിൻ്റെ ഈ ഒരു സൈഡ്, ഇതിൻ്റെ അടിഭാഗം നമ്മൾ എന്ത് ചെയ്യുക, അടിഭാഗം നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്ക് ഫിനിഷ് ചെയ്തു, നെക്കിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. താഴെ ഫോൾഡ് ചെയ്തിട്ട് ചെയ്തു. 2 സ്ലീവിൻ്റെ അറ്റവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ബാക്ക് പീസ് ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിക്കുക. ഇങ്ങനെ യോജിപ്പിക്കുക. ഷോൾഡറുകൾ തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞു. ഇതാ ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞു. ഈ ബാക്ക് പീസ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഈ ഭാഗം നമ്മൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ചില കഴുത്ത് കൊള്ളാത്ത പ്രശ്നമൊക്കെ ഉണ്ടാവും, തല കയറാൻ പറ്റാത്ത പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 3 ഇഞ്ചല്ലേ നമ്മൾ കഴുത്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കിവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പീസ് തന്നെ ഞാൻ എടുക്കുകയാണ്. ഈ ഒരു സ്ക്വയർ പീസ് അത് 2 ഇഞ്ച് നീളത്തിൽ, ഒരു 2 ഇഞ്ച് നീളത്തിൽ നമ്മളൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുക. 1.5 ഇഞ്ച് വീതിയും 2 ഇഞ്ച് നീളത്തിലും ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ബാക്ക് പീസിൻ്റെ സെൻറ്റർ ഭാഗം, ബാക്ക് പീസ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ജസ്റ്റ് ഒരു ചെറിയൊരു നോട്ടിട്ടെടുക്കും. അതേപോലെ തന്നെ നമ്മൾ വെട്ടിയ ഈ 2 ഇഞ്ച് പീസിലും ഫോൾഡ് ചെയ്തിട്ട് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. അതേപോലെ തന്നെ ബാക്ക് പീസിൽ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, കണ്ടോ? ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. ഈ ഒരു കട്ടിങ്ങും ഇതും തമ്മിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് വി ഷേപ്പിൽ. ഈ വീന് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ നേരെ അടുത്ത് കൂടെ ഇങ്ങനെ ഒരു വി ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ രീതിയിൽ നമ്മൾ അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മൾ ഫ്രണ്ടിലാണ് ബ്ലൗസിൻ്റെ, അതായത് ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളത് എന്ത് ചെയ്യണം, വി ആയിട്ട് നമ്മളൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നിന്നിട്ട് നേരെ എന്ത് ചെയ്യുക, താഴോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. താഴോട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഓപ്പൺ ആവും. എന്നിട്ട് നമ്മൾ ഇതിനെ നേരെ ബാക്കിലോട്ട് തിരിച്ചിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് തയ്ക്കണം. അപ്പോൾ ബാക്കിൽ നമ്മളിതാ ഇങ്ങനെ ബാക്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് പീസ് നമുക്ക് ഓപ്പൺ കിട്ടുക. അപ്പോൾ ആ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഇതിൻ്റെ എഡ്ജ്, സ്ലീവിൻ്റെ 2 എഡ്ജും നമുക്ക് ഫിനിഷ് ചെയ്യാണ്ട്, ബാക്ക് നെക്കിൻ്റെ എഡ്ജും ഫിനിഷ്. അപ്പോൾ അതിന് നമ്മൾ 2 ബയാസ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 പീസ് വെച്ചിട്ട് നമ്മൾ സ്ലീവിൻ്റെ എഡ്ജ് ഫിനിഷ് ചെയ്യാം. സ്ലീവിൻ്റെ 2 എഡ്ജ്, ഈ ഭാഗവും നമ്മൾ 2 എഡ്ജ് ഫിനിഷ് ചെയ്തു.
നെക്കിൻ്റെ ബാക്ക് പോർഷനും നമ്മൾ ബയാസ് പീസ് വെച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബോക്സ് പ്ലീറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ 1.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മളിങ്ങനെ ഓരോ അടയാളം പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത 1.5 ഇഞ്ചിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. ഇനി അടുത്ത 1.5 ഇഞ്ച് ഉണ്ടല്ലോ, ഈ 1.5 ഇഞ്ച് നേരെ ഇതിൻ്റെ അടുത്തേട്ട് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യണം. അപ്പോൾ എന്തായി, ഒരു ബോക്സായി. കണ്ടോ, ഒരു ബോക്സ് പ്ലീറ്റ് ആയി. ഇങ്ങനെയാണ് നമ്മളൊരു ബോക്സ് പ്ലീറ്റ് ഇടുന്നത്. അപ്പോൾ രണ്ടാമത് 1.5 ഇഞ്ച് ഉണ്ട്. ആ 1.5 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ടാണ് ഇടേണ്ടത്. അതായത് ഇനി ലെഫ്റ്റ് സൈഡിലോട്ട് ഇടരുത്, നമ്മൾ ഇനി അടുത്തത് റൈറ്റ് സൈഡിലോട്ട് ഇടാം. റൈറ്റ് സൈഡിൽ ഇടുന്ന അടുത്ത നമ്മൾ 1.5 ഇഞ്ച് സെൻറ്ററിലുണ്ട്. ഇതിൻ്റെ അടുത്ത 1.5 ഇഞ്ചിലോട്ട് നമ്മളത് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കൊണ്ടുവരിക, റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. അങ്ങനെ ഒരു പ്ലീറ്റ് നമ്മൾ ലെഫ്റ്റിലോട്ടും ഒരു പ്ലീറ്റ് നമ്മൾ റൈറ്റിലോട്ടും, അങ്ങനെ നമ്മൾ മൊത്തം ഈ പ്ലീറ്റുകൾ നമ്മൾ ആദ്യം അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വേസ്റ്റിൽ അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളിത് സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ഫസ്റ്റ് അടയാളത്തിൽ നിന്നും നേരെ സെൻറ്റർ അടുത്ത അടയാളത്തിലോട്ട് നമ്മൾ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത അടയാളത്തിൽ നിന്നും സെൻറ്ററിലോട്ട് ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ഒരു ബോക്സ് പ്ലീറ്റ് റെഡിയായി. നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ പിന്നെ അങ്ങനെ നിൽക്കും. ഇപ്പോൾ ഒരു ബോക്സ് പ്ലീറ്റ് റെഡിയായി. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇത് മൊത്തം പ്ലീറ്റ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ഇട്ടിട്ട് ബോക്സ് പ്ലീറ്റൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അറേഞ്ച് ചെയ്ത് 34 ഇഞ്ച് ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തിരുന്നു. പക്ഷേ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വേസ്റ്റിന് കണക്കാക്കിയിട്ട് 6 ഇഞ്ച് വീതിയിൽ നമുക്ക് ഫിക്സ് ആകും. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യാം, വേസ്റ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഭാഗം, ഈ ബോക്സ് പ്ലീറ്റിൻ്റെ ഈ ഭാഗം, ഇതിൻ്റെ ഉൾവശവും ഇതിൻ്റെ ഉൾവശവും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച്. അപ്പോൾ കറക്റ്റായിട്ട് രണ്ട് ഭാഗവും നമ്മുടെ ബോക്സ് പ്ലീറ്റ് ഫ്രോക്ക് ഏകദേശം ഫിനിഷായി വരുന്നുണ്ട്. ഇനി സൈഡും കൂടെ നമുക്ക് ജോയിൻ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബോക്സ് പ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഓരോ ബോക്സ് പ്ലീറ്റ് കണ്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് അയൺ ചെയ്താണ്. പ്രസ് ചെയ്യുമ്പോൾ അത് അങ്ങനെ കിടന്നോളും. അപ്പോൾ നല്ല വൃത്തിയിൽ കിടക്കും. അപ്പോൾ നെക്ക് ഭാഗം വേറൊരു പീസ് വെച്ചിട്ട് ഞാൻ ഫിനിഷ് ചെയ്തതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇറക്കത്തിൽ എൻ്റെ കയ്യിൽ എത്ര തുണി ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാൻ എത്ര ഭാഗം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത്ര ഭാഗമൊക്കെ നമുക്കൊരു പീസ് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകും. കുറച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളറുകൾ എന്തെങ്കിലും ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ബ്ലൂ കളറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എടുപ്പുണ്ടാവും, കാണാൻ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പീസ് ഉണ്ടായതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ ചെയ്തതാണ്. ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ ബാക്കൊക്കെ ഫേസ് ചെയ്യുന്നത് പകരം ഞാൻ ഫ്രണ്ടിലോട്ട് ചെയ്തതാണ്. അതേപോലെ തന്നെ ബാക്ക് പീസും അതേപോലെ നെക്കിൻ്റെ ഭാഗം കണ്ടോ, ഇവിടെ ഒരു ഹൂക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഹൂക്ക് ഞാൻ കൊടുത്തിട്ടില്ല, ഈ ഭാഗം ഹൂക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ബോക്സ് പ്ലീറ്റിലുള്ള ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഇനി എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.